ഇന്ന് വന്നിട്ട് ഞങ്ങൾ അയർലൻഡിൽ നിന്ന് നാട്ടിലേക്ക് പോയപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണ് പാക്ക് ചെയ്തതെന്നുള്ളതിൻ്റെ ലിസ്റ്റാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. 10-12 മണിക്കൂർ എടുക്കുന്ന യാത്രയിൽ കുഞ്ഞിന് വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ പാക്ക് ചെയ്തു എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് കുഞ്ഞിൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ യാത്ര ആയതുകൊണ്ട് എനിക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാവേ. നമുക്കൊരു ഓർഡറിൽ പോകാം. ആദ്യം തന്നെ ഡയപ്പർ ചേഞ്ചിങ്ങിന് വേണ്ട സാധനങ്ങൾ ഞാൻ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത്. ഇതൊരു ചേഞ്ചിങ് പാഡാണ് വരുന്നത്, ചേഞ്ചിങ് മാറ്റ് എന്നൊക്കെ പറയാം. ഡിസ്പോസിബിൾ ആണ്. ലൂപ്പിലു എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു സിപ്ലോക്ക് ബാഗിൽ ഒരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും മണിക്കൂറിൽ നമുക്ക് എപ്പോഴൊക്കെയാണ് ആവശ്യം വരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇതാണ് ലൂപ്പിലു എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ചേഞ്ചിങ് മാറ്റ്. 10 മാറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് ചീത്തയായാൽ നമുക്ക് അങ്ങനെ ഇത് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല അബ്സോർബിൾ ആണ് ഈ മാറ്റ് വരുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതാണ് ഡയപ്പേഴ്സ്. 8 ഡയപ്പേഴ്സാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ആവശ്യം വരുവാണെങ്കിൽ നമ്മൾ എവിടെയാണ് ലേ ഓവർ ഉള്ളത് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വെറ്റ് വൈപ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ മസ്ലിൻ ക്ലോത്ത്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 4 എണ്ണമാണ് മസ്ലിൻ ക്ലോത്ത്സ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളതാണ് ഫേസ് വൈപ്സ് എടുത്തിട്ടുള്ളത്, ഫേസ് ടവൽ കുറച്ചേറെ എടുത്തിട്ടുണ്ട്. അതുപോലെ എടുത്തിട്ടുള്ളതാണ് നമ്മളുടെ ഫീഡിങ് കവർ, ബ്രസ്റ്റ് ഫീഡിങ് കവറാണ്. ഇത് നമുക്ക് യാത്ര ചെയ്യുമ്പോഴത്തേനും കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതാണ് ഫീഡിങ് പില്ലോ. ഇതെന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലേക്ക് നമുക്ക് കയറ്റിയിടാൻ പറ്റും. അപ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുഞ്ഞിൻ്റെ ഹെഡ് ഇതിൽ റെസ്റ്റ് ചെയ്യാം. അപ്പം എന്താ പറയുന്നത്, നല്ലൊരു കുഷനിങ് എഫക്റ്റ് അവർക്ക് കിട്ടും. അടുത്തത് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത് 2 കുട്ടി ബ്ലാങ്കറ്റ്സ് ആണ്. ബാക്കി നമ്മൾ ഫ്ലൈറ്റിൽ ഓൾറെഡി നമുക്ക് ബ്ലാങ്കറ്റ് തരുമല്ലോ. അടുത്ത് വന്നിട്ട് കുഞ്ഞിൻ്റെ ഡ്രസ്സിലേക്ക് നമുക്ക് പോകാം. ഞാൻ കുറച്ച് വെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു 3 വെസ്റ്റും അതുപോലെ തന്നെ വൺസീസും എടുത്തിട്ടുണ്ട് 3 എണ്ണം. അല്ലാതെ ഔട്ട് ഗോയിങ് ഡ്രസ്സായിട്ട് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2-3 സോക്സും കൂടി എടുത്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിന് 4 മന്ത്സാണ് ആയിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ആ ഒരു പ്രായത്തിനനുസരിച്ച് എനിക്കറിയാമല്ലോ എത്ര ഡ്രസ്സ് വേണ്ടി വരും എന്നുള്ളത്. അത്രയും എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ സോയിലായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് 2-3 സിപ്ലോക്ക് ബാഗും എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ വരുന്നതാണ് വാട്ടർ ബോട്ടിൽ. ഈ ഒരു വാട്ടർ ബോട്ടിൽ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എടുത്ത് വെച്ചതാണ്. ഇത് പിന്നീട് ഞാൻ മാറ്റി, കാരണം ഇത് കുറച്ച് ഹെവിയാണ്. അധികം വെയിറ്റ് വരുന്നില്ലാത്ത വേറൊരു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പെയർ ഡ്രസ്സസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോഴത്തേന് ഫീഡൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പോൾ ചീത്തയായാലോ നോർത്തുകൊണ്ട് കുറച്ച് സ്പെയർ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതാണ് ഡയപ്പർ ചേഞ്ചിങ് മാറ്റ്. അതായത് ഇതിനകത്ത് കുറച്ച് പോക്കറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ പോകുമ്പോഴത്തേനും ഇത് മാത്രം എടുത്തുകൊണ്ട് പോയാൽ മതി. ഇതിനകത്ത് നമുക്ക് ഡയപ്പറും എന്താ പറയുന്നത് വൈപ്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇടാൻ പറ്റും. ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, കുറേ പോക്കറ്റ്സ് ഉണ്ട്. അകത്ത് പോലെ ഡയപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലോങ് ആയിട്ടുള്ളൊരു ഷീറ്റ് വരുന്നുണ്ട്. അതിൽ നമുക്ക് കുഞ്ഞിനെ കടത്തിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈപ്സ് വയ്ക്കാൻ ഒരു പോക്കറ്റ് ഉണ്ട്. അതുപോലെ ചേഞ്ച് ചെയ്ത് ഡയപ്പേഴ്സ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡയപ്പർ ഡിസ്പോസിബിൾ ബാഗ് വെച്ചിട്ടുണ്ട്. അടുത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്റ്റാമിലിൻ്റെ ചെറിയ ബോട്ടിൽസ് ആയിരുന്നു ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇത് 1 to 6 മന്ത്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ ഒരു പാക്കറ്റ് ഉള്ളത്, ഫ്രം ബർത്ത് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് 75 ml വരുന്ന ബോട്ടിൽസാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് ഓൾറെഡി അത് പ്രീമിക്സ് വരുന്നതായതുകൊണ്ട് അതും കൊടുത്താൽ മതി. പിന്നെ വരുന്നതാണ് ഇത് വാട്ടർ ഹീറ്ററാണ്. നമ്മളുടെ എന്താ പറയുക, പാലോ അല്ലെങ്കിൽ വെള്ളമൊക്കെ നമുക്ക് ഈ ഒരു ബോട്ടിൽ ചൂടാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ കുറച്ച് മെഡിസിൻസ് കുഞ്ഞിന് വേണ്ടി എടുത്തിട്ടുണ്ട്, എമർജൻസി ആയിട്ടുള്ളത്. അതായത് പാരസെറ്റമോൾ, അതുപോലെ ഡയപ്പർ റാഷ്, പിന്നെ കോളിക് ഡ്രോപ്സ്, അതുപോലെ പിന്നെന്താ അവിനോയുടെ ബേബി ലോഷൻ, അങ്ങനെ കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ ഡി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് വൈറ്റ് നോയ്സ് മെഷീൻ. ഇത് ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകുന്നൊരു സാധനമാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് നമുക്കിത് വെച്ച് കൊടുത്താൽ, ഇത് ഓണാക്കിയിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള സൗണ്ടിനെയൊക്കെ ഇത് ഇല്ലാണ്ടാക്കും. അപ്പം കുഞ്ഞിന് നല്ലതായിട്ട് ഉറങ്ങാൻ സാധിക്കും. പിന്നെ ഞാൻ കുറച്ച് ടോയ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഇഷ്ടപ്പെട്ട കുറച്ച് ടോയ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കുറച്ച് കൂടുതലോട് വെച്ചെങ്കിൽ ആകെപ്പാടെ 2 എണ്ണേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ ഇത് കണ്ടോ, ഇത് നല്ലൊരു സാധനമാണ്. ഇതൊരു ഗ്ലൗസ് ആണ്. ഇത് ടീത്തിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കയ്യിലിട്ട് കൊടുക്കാൻ പറ്റും. അവരത് കടിച്ച് ഇങ്ങനെ ഇരുന്നോളും. ടീത്തിങ് ടോയ് ഒക്കെ ഇല്ലേ, അതുപോലെ ഒരു പ്രൊഡക്റ്റാണ് അത്. നമ്മൾ കയ്യിൽ അവർക്ക് ഇട്ട് കൊടുത്താൽ മതി, ഗ്ലൗസ് പോലെ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഞാൻ ബ്രസ്റ്റ് പമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വെയറബിൾ ബ്രസ്റ്റ് പമ്പാണ്, ചാർജ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബാഗ് ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഇത് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നേഴ്സിംഗ് കവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനൊരു ഹാർഡായിട്ടുള്ള ഒരു റൗണ്ട് വരുന്നുണ്ട് അതിൻ്റെ ടോപ്പിൽ. ഇതിങ്ങനെ ബെൽറ്റാണ്. അപ്പോൾ നമുക്കിങ്ങനെ കഴുത്തിൽ കൂടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ നല്ല കവറായിട്ടിരിക്കും. അപ്പോൾ ഫീഡ് ചെയ്യാൻ നല്ലൊരു പ്രൈവസിക്കുള്ളൊരു നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് എവിടെ പോയാലും നമ്മൾ ക്യാരി ചെയ്യാറുണ്ട്.
അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഇത് ബേബി പില്ലോ, ഇത് നമ്മൾ ഫീഡ് ചെയ്യാൻ നേരത്ത് കുഞ്ഞിനെ ഇങ്ങനെ ഇത് വെച്ചതിന് ശേഷം ഇങ്ങനെ കിടത്താമെങ്കിൽ അവർക്കൊരു കുഷനിങ് ഫീല് കിട്ടും, നന്നായിട്ട് കടന്ന് ഫീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ചേഞ്ചിങ് മാറ്റ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ കണ്ടില്ലേ ഇത്രയും സ്പേസ് വരുന്നുണ്ട്. ഇതാണ് മാറ്റ്. ഇവിടെയാണ് നമ്മൾ കുഞ്ഞിനെ കടത്തുന്നത്. ഇതിന് 2 പോക്കറ്റ് ഉണ്ട്. ഒരു പോക്കറ്റിൽ ഞാൻ കുറച്ച് ഡയപ്പേഴ്സും പിന്നെ അതിൻ്റെ ഒരു ചേഞ്ചിങ് പാഡും വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ കുഞ്ഞിനെ കൊണ്ടുള്ള ഒരു ഇൻ്റർനാഷണൽ യാത്ര പോകുന്നത്. അപ്പോൾ എന്തൊക്കെ വേണം എന്ന് ഉള്ള കാര്യങ്ങൾക്ക് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറഞ്ഞു പോകാതെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ തന്നെ കരുതിയിട്ടുള്ളത്. ഞാനിതിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബാക്ക് പാക്കിലും അതേപോലെ തന്നെ ബാക്കി വരുന്നത് കുഞ്ഞിൻ്റെ ഡയപ്പർ ബാഗിലുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്.